ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യൂദായുടെ ലേഖനം 1 വാക്യം, അതിൻ്റെ അവസാന ഭാഗം. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഇവിടെ യൂദ ആർക്ക് ലേഖനം എഴുതുന്നുവോ അവരെ അഭിസംബോധന ചെയ്യുന്ന ആ പ്രസ്താവനയാണ് നാം ഇവിടെ വായിച്ചത്. മനുഷ്യകുലത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പദവി ലഭ്യമായത് എന്നു മുതലാണ്. സത്യത്തിൽ ദൈവം തൻ്റെ കൂടെ വസിക്കുവാനായി സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്നപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായ ആ വികാരം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അന്നേരത്തെ ആ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ ചിന്തിക്കാം. കാരണം താൻ അത്രമാത്രം ആഗ്രഹിച്ച് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തനിക്ക് കൂടെ വസിക്കുവാനായി മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ഒരു നിമിഷം ശത്രുവിൻ്റെ വാക്കിനെ അധികമായി വിശ്വസിച്ച് ദൈവസ്നേഹത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് തീരെ വില കൽപ്പിക്കാതെ ദൈവത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞു പോയ ആ മനുഷ്യൻ തന്നോട് പാപം ചെയ്ത, തന്നെ രാപ്പകൽ ആരാധിച്ചു പോകുന്ന ദൂതന്മാരെ ദൈവം വീണ്ടെടുക്കുകയോ അവർക്ക് രക്ഷയ്ക്കൊരവസരം പിന്നീട് ഒരുക്കുകയോ ദൈവം ചെയ്യുന്നില്ല. എന്നാൽ മനഃപൂർവ്വമായി തന്നെ വില വയ്ക്കാതെ പോയ ആ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയുണ്ടായി. അവിടെ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ആ നീതീകരണം പ്രാപിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. ജീവിതത്തിൽ ഏറെ സന്തോഷിച്ച പ്രഭാതം ഏതെന്ന് ചോദിച്ചാൽ, മരണഭയം നീങ്ങി ഇന്ന് ഞാൻ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കിടന്നുറങ്ങിയാൽ എൻ്റെ കർത്താവിലാണ് ഞാൻ വിശ്രമം പ്രാപിക്കുന്നത്, നാളെ ഒരു പ്രഭാതമുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷത്തിൻ്റെതായിരിക്കും എന്നുള്ള ആ ധൈര്യത്തോടുകൂടെ നമുക്കായിരിക്കാൻ കഴിഞ്ഞത് എന്നു മുതലാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ ദിവസം, നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി വിധി എന്തെന്ന് മാറ്റി എഴുതിയ ആ ദിവസം, എത്രമാത്രം സന്തോഷത്തോടു കൂടെ ആയിരിക്കും അന്ന് നമ്മൾ ആയിരുന്നത്. നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട തീയതി ഒരുപക്ഷെ എല്ലാവരും ഓർക്കുന്നുണ്ടാവില്ല. എങ്കിലും ആ ഒരു പ്രഭാതം ഇന്നും നമ്മുടെ ഹൃദയത്തിൽ, അന്നത്തെ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും. പാപത്തിൽ ജീവിച്ച് നരകത്തിനു വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന നമ്മൾ ഓരോരുത്തരും സത്യസുവിശേഷം അറിഞ്ഞപ്പോൾ, വചനം കേൾക്കുവാനായി ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തെ തുറന്നപ്പോൾ, ആ വചനം അംഗീകരിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷിതാവ് എന്നുള്ള സത്യം മനസ്സിലാക്കി അത് ഉള്ളിൽ ഉൾക്കൊണ്ട് അന്ന് മുതൽ ദൈവമക്കൾ എന്നുള്ള ഒരു പദവി ലഭിച്ചപ്പോൾ അന്ന് നമ്മുടെ ഹൃദയം എത്രമാത്രം സന്തോഷിച്ചു. ആ സമയത്ത് നമുക്ക് കിട്ടിയ ഭാഗ്യപദവികളാണ് ഈ വാക്യത്തിലും എഴുതിയിരിക്കുന്നത്. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. എത്ര വലിയ സ്നേഹമാണ് അന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകപ്പെട്ടത്. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു, 2-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ദൈവം രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവായ യേശുക്രിസ്തു താൻ ഈ ക്രൂശുമരണം സഹിച്ചപ്പോൾ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്. കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്തായിരുന്നു? താൻ ആ കഷ്ടതകളൊക്കെയും സഹിച്ചപ്പോഴും തനിക്ക് വേണ്ടി ഒരു സഭ, നമ്മുടെ ഓരോരുത്തരുടെയും മുഖമാണ് കർത്താവിൻ്റെ മുമ്പിൽ അന്നേരം ഉണ്ടായിരുന്നത്.
ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്കിന്നറിയാം. ഒരു നാൾ കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ മണവാട്ടി സഭ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും ആ സഭാംഗങ്ങളല്ലേ? നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരല്ലേ? പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും കർത്താവായ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നമുക്ക് ആ വിളി ലഭിച്ചു. നാം എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പല ഭാഗങ്ങളിലായി നാം അത് കാണുന്നുണ്ട്. അതെല്ലാം വിവരിക്കാൻ പോയാൽ നമുക്ക് സമയമില്ല. ദൈവസഭയുടെ അംഗമായതോടുകൂടെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതോടുകൂടെ നമുക്ക് ലഭിച്ച ആ പദവി, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്തുമാത്രം വലുതാണ്. ഇന്ന് രാവിലെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം, ഇതിനൊക്കെ നമുക്ക് അർഹതയുണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ ദൈവം താൻ നമ്മോട് പ്രദർശിപ്പിച്ച ആ സ്നേഹത്തിൽ നമ്മളെ വീണ്ടെടുത്തു. നമ്മുടെ ഭാവി ആകപ്പാടെ മാറി. നരകവിധി മാറി. സ്വർഗം നമുക്ക് ദാനമായി ലഭിച്ചു. പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെട്ടു. യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനായി നമ്മളെ അനുദിനം ഈ ഭൂമിയിൽ നടത്തുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകി. ഒടുവിൽ ആ ദിവസം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുന്ന ആ ദിവസം വരെ നമ്മളെ സൂക്ഷിക്കുവാനായി ആ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് നൽകി. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി, അത് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. എത്രയോ വലിയ വിളി കൊണ്ട്, ആ വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിച്ച് ഇന്ന് പുത്രന്റെ രാജ്യത്തിന് അവകാശികളാക്കി തീർത്ത ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് ധൈര്യമായി പറയാം, ഐ ആം ലവ്ഡ്, ഐ ആം കോൾഡ്, ഐ ആം സാങ്ക്ടിഫൈഡ് ആൻഡ് ഐ ആം പ്രിസർവ്ഡ്. ഇതിൽ പരം ഭാഗ്യം നമുക്ക് എന്തുണ്ട്? ഈ പ്രഭാതത്തിൽ നമുക്ക് ഇതൊക്കെയും ചിന്തിച്ച്, ഇതൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ ഒരു നിമിഷം ധ്യാനിച്ച് ഈ കർത്താവിന് നമുക്ക് നന്ദി പറയാം, സ്തുതി സ്തോത്രങ്ങളെ കരയറ്റാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്തോഷ സമ്പൂർണമായ സമാധാനപരമായ ഒരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. ദൈവമായ പിതാവ് നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.